നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്തും പറ്റും. അപ്പം അമ്മനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം വേണ്ട അങ്ങനെ അഭിനയിക്കല്ല. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ രാവിലെ 4:30 ഒരു കൂട്ടം നോമ്പെടുക്കുന്ന ജനതേനെ വിളിച്ച് എണീപ്പിക്കാനുണ്ട്. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വിളിച്ച് എണീപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓലമട്ടൽമേൽ കയറി നിൽക്കുമ്പോൾ ഒരു അവസ്ഥയാണ്. ഒരു സൈഡ് ചവിട്ടി കഴിഞ്ഞാൽ മറ്റേ സൈഡ് പൊന്തും, മറ്റേ സൈഡ് ചവിട്ടി കഴിഞ്ഞാൽ ഈ സൈഡ് പൊന്തും. ഇവിടെ ഒരുത്തനെ പോയി ചവിട്ടി ഒരുത്തനെ പോയി എണീപ്പിച്ചിട്ട് അടുത്ത റൂമിൽ പോയി വേറെ എണീപ്പിച്ച് വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ചങ്ങായി കിടന്നിട്ടുണ്ടാവും. ആസിമേ, ആസിം, അമ്മനെ ഡാ, അമനിക്ക ഓയ് നീക്കി അഫാമൻ ഡാ പഴസനാ നശിക്കേ സാബു സാബ് നീക്കി ഇന്ന് ഡെയിലി വ്ലോഗ് കേട്ടോ. എന്തെങ്കിലും പറയണ്ട. മുട്ട കഴിക്കുക, ആരോഗ്യം നന്നാക്കുക. മാഷാ അല്ലാഹ്. ഇന്നലെ രാത്രി കഴുകി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ചിലർക്ക് പൊലിച്ചക്ക് ചോറ് തന്നെ വേണ്ടി വരും, ചിലർക്ക് ഓട്സ് തന്നെ വേണ്ടി വരും. നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്തും പറ്റും. ഏത് പക്ഷേ ഓട്സ് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് എന്നുള്ള പഠനങ്ങൾ 10-9 പഠനങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. കാരണം ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ലോ കാർബ്സ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സസ്റ്റൈൻഡ് ആയിട്ടുള്ള എനർജി ത്രൂ ഔട്ട് ദി ഡേ കിട്ടും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ശാസ്ത്ര ലോകത്തിനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓട്സ് പ്രിഫർ ചെയ്യുന്നു. പിന്നെ അത്തരത്തിന് എന്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും വെള്ളം. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇഗ്നോർ ദിസ്, സോ ദിസ് ഇസ് എ റിമൈൻഡർ ടു ഡ്രിങ്ക് വാട്ടർ ഫോർ സുഹൂർ. മുന്തിരി സെക്കൻഡ് റൗണ്ട് കഴിക്കാൻ വേണ്ടി ഞാൻ പേരക്കയും കൊണ്ട് പോവാണ്. മുന്തിരി ബാക്കിയുണ്ടെന്ന് പറഞ്ഞൊരു കോള് വന്നു. ഇവൻ ആരാടാ അത്താഴത്തിന് പേരക്കയൊക്കെ കഴിക്കുന്നു? നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്തും പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ரொம்ப நாளுകളുടെ யோசிப்புக்கு டெய்லி வ்ளாக் பண்ணணுமா வேணாமான்னு ரொம்ப நாள் யோசிச்சதுக்கப்புறம் இன்றைக்கி பண்ணலான்னு இதயத்தில் ஒரு ஆசை. அது அப்படியே பண்ண போகிறேன். ரமலான் டே 10 ஃபஜர் முடிச்சு நம்ம ஹாஸ்டல் போயிட்டுருக்கோம். திஸ் இஸ் மை ப்ரோ മുഹമ്മദ് സബാ ഫ്രം കടവത്തൂർ. റമദാനായിട്ട് എന്താ പറയാനുള്ളത്? റമദാനായിട്ട് പറയാനുള്ളത് സംസാരിക്കാതിരിക്കുക, കാര്യമായിട്ടൊന്നും പറയാതിരിക്കുക പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കണ്ടൊക്കെ പറഞ്ഞോ. 11 മുതൽ 15 വരെ ആൾക്കാർ കാണാൻ സാധ്യതയുള്ളൊരു ബ്ലോഗാണിത്. ഈ ഒരു അവസരത്തിൽ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട മറ്റൊരു ബ്രോ ഉണ്ട്. നമുക്ക് വണ്ടി സ്പോൺസർ ചെയ്തു തന്ന അനാഹിദ് ബ്രോക്ക് 1000 നന്ദി. To study for the PCT, for the upcoming PCT conducted today at 8 AM. I was actually supposed to be studying for this exam for the past 1 week, പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. ഡ്യൂ ടു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പഠിച്ചിട്ടില്ല. എക്സ്ക്യൂസസ് ആണ്, ജെന്യൂൻ എക്സ്ക്യൂസസ് ആണ്, പക്ഷേ സ്റ്റിൽ ദോസ് ആർ എക്സ്ക്യൂസസ്. അതുകൊണ്ട് ഒരുപാട് എക്സ്ക്യൂസസ് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ചെയ്യാനുള്ള വർക്ക് നമ്മൾ എങ്ങനെയാണെങ്കിലും ചെയ്യുക എന്നുള്ളതിനാണ്. സോ ഇപ്പോൾ ടൈം 6 മണിയാണ്. 8 മണിക്കാണ് എക്സാം. അപ്പോൾ ഒരു 1.5 hour എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോവാം ഇൻഷാ അല്ലാഹ്. കാലം കാത്ത നേരത്തിൽ എക്സാം കട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ പോകുന്ന പരിപാടിയാണ്. നെഗറ്റീവ് ആവൂലേ, 0 ഒന്നും താഴോട്ട് പോകില്ലേ. ശരി, ഇത് പിന്നെ നമുക്കൊരു ശീലം ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ വെറുതെ ഇരുന്നിട്ട് ലാസ്റ്റ് എക്സാം എഴുതാറ്. അങ്ങനെ ഇനി എക്സാം എഴുതാൻ പോകില്ല എന്നാണോ? ഒരു ബൈക്ക് വരച്ചു, ഒരു കാറ് വരച്ചു. പരമേശ് നല്ലൊരു മനുഷ്യൻ പെന്ന് തന്നതുകൊണ്ട് അതിന് പെന്നില്ലാതെ എക്സാമിന് പോകുന്നു. എന്താ പറയുക, ചാനലിൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എന്നേക്കാൾ നന്നായിട്ട് ഈ ബ്രോനെ പരിചയം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പഠിക്കാതെ എക്സാമിന് പോകുന്നു എന്നുള്ളത് ഓക്കെ. ഒരു പെണ്ണ് കയ്യിലെടുക്കുന്നതിന് എന്താ പ്രശ്നം? ഒരു പെണ്ണ് കയ്യിലില്ലാതെ നിങ്ങൾ എന്തിനാണ് പോകുന്നത്? അവിടെ പോയിട്ട് എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? എക്സാം എഴുതാനും പെണ്ണ് വേണ്ടേ? ഞാൻ എത്ര ആൾക്കാരോട് ചോദിച്ചിട്ട് ഒരു പെണ്ണ് കിട്ടിയെന്നറിയോ? ഒരു എക്സ്ട്രാ പെൻ ആരെ കയ്യിലുള്ളൂ. ഒരു പെണ്ണ് എക്സ്ട്രാ എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവിടെ MBBSന്റെ എക്സാം എഴുതാൻ പോകുന്നത്. കിടന്നുറങ്ങുക എന്നുള്ള നല്ലൊരു ഓപ്ഷനാണ്. സ്ലീപ്പ് ഡിപ്രീവിയേഷനേക്കാൾ കൂടുതൽ അറ്റൻഡൻസ് ഡിപ്രീവിയേഷൻ ഉള്ളതുകൊണ്ട് ക്ലാസ്സിന് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ. മീറ്റ് മൈ हिंदी माइट भाई. हाय, नवीन नाम है यार, राजस्थान से. और ही इज माय फ्रेंड जैनब फरोज मिर्जा. किधर फ्रॉम से? केरला. से? केरला में कहाँ से? तू बोल. भूल गया मैं, पता ना. भूल गया फ्रेंड. कैलिकट भाई MBBS के बारे में कुछ. अरे यार दूर रहो MBBS से. टीचर्स बोलते हैं ना अपने को कोचिंग में कि नीट कर लो, उसके बाद मजे. कोई मजे नहीं है भाई, कोई मजे नहीं है. बहुत पढ़ना पड़ता है, बहुत स्ट्रेस होता है. तो
मैं खुश रहो मस्त रहो और मेरे भाई को फॉलो कर दो. സാറ്റർഡേ ആഫ്റ്റർനൂൺ ക്ലാസ്സിന് പോകണം നമ്മൾ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു അവധി ദിവസമാണ് സാറ്റർഡേ എന്ന് പറയുന്നത്. ஆனால் நம்ம கிளாஸ் போயிட்டு இருக்கோம். ஏன்னா டெடிகேஷனால் இல்லை, இந்த கோர்ஸ் அது இருக்கு. இந்த கோர்ஸுக்கு வந்ததுக்கு அப்புறம் தான் சாட்டர்டே கிளாஸ் இருக்குன்னு எனக்கு அதுக்கு முன்னாடி தெரிஞ்சுட்டேன்னா கண்டிப்பா இந்த கோர்ஸ் எடுக்க ഒരു ബ്ലോഗർ ഉയർന്നു വരണം. അതിന് പറഞ്ഞു കുറച്ച് ചൊല്ലി പറയാം. എന്നൊരു ഡയലോഗ് പിടിച്ചു വെച്ചു അല്ലെങ്കിൽ അതെന്നെ പറഞ്ഞു പിടിച്ചോക്കോനെ. സയ്യിദ് മുഹമ്മദ് അഫാം ഫ്രം ലക്ഷദ്വീപ്. എന്താ ലക്ഷദ്വീപിലെ വർത്താനം? വർത്താനം എന്ന് വെച്ചാൽ പ്രസന്റ് ആണ്. പ്രസന്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റിന് മുമ്പുള്ളതും ഫ്യൂച്ചറിന് ഇടയിലുള്ള കാര്യമാണ്. പ്രസന്റ് പറയുകയാണെങ്കിൽ മതി. ശ്രീഹരി ഫ്രം എവിടെ? കൊച്ചി, എടപ്പള്ളി. ലുലുമാളിൽ ഷെയർ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. എടപ്പള്ളിയിൽ എന്താ വിശേഷങ്ങൾ? ഇങ്ങനെ പോകുന്നു, എങ്ങനെ പോകുന്നു? അതിന്റെ രീതിയിൽ പോകുന്നു. ஓகே. விஸ்வந்த் ப்ரோ சொல்லுங்க ப்ரோ. நல்லா இருக்கியா? நல்லா இருக்கேன் ஏன் நல்லா இருக்கேன் ப்ரோ. நல்லா தானே இருக்கேன். ஏன்? ஜானோட ஃப்ரெண்டாக இருக்கணும், நல்லா இருக்கேன் ப்ரோ. அதனாலயா? டேய் எத்தனை வண்டி வச்சிருக்க வீட்டில்? ஆர்எக்ஸ் ஒன்று இருக்கு, ராயல் என்ஃபீல்டு ஒன்று இருக்கு, இன்னொரு பைக் இருக்கு, இன்னொரு பைக் இருக்கா? ஒரு 2 ஸ்கூட்டி இருக்கு. ஏய் மாஸ்டர் காசுக்காரனா நீ? இல்லடா டேய், அதான் அப்புறம் அப்படியா? சரி சரி, இதெல்லாம் திருட்டி வைக்கிறதா இல்லை? லைட்டாக. திஸ் இஸ் மை ப்ரோ முகமது ஆசிம் ഫ്രം ദുബായ്. This is my bro. ഇപ്പോൾ ഞാനും ആസിമും ഫസ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കല്. അതുകൊണ്ട് ടീച്ചേഴ്സിനൊക്കെ ഞങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഞങ്ങളിങ്ങനെ ഓരോ ചോദ്യം ഉത്തരം കൊടുക്കുക. 150 സ്റ്റുഡൻസുള്ള ബാച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ആൻസർ പറയും. ഇപ്പോൾ നമ്മൾ ക്ലാസ് ശ്രദ്ധിക്കാൻ വന്നാൽ നമ്മൾ അതിൽ ഫോക്കസ്ഡ് ആണ്. അതാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആൻസർ പറയും. ഞങ്ങൾ പഠിക്കല് ഇവിടെ തന്നെ പറഞ്ഞാൽ നമുക്ക് ആൾക്കാരുണ്ട്. ക്ലാസ് കഴിഞ്ഞു. നമ്മളെ സീനിയർ അബ്രഹാം കുര്യൻ തെക്കൽ ഫ്രം ചങ്ങനാശ്ശേരി, കോട്ടയം, കേരള. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ നോമ്പ് എങ്ങനെ? ഇന്നത്തെ നോമ്പറെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെത്തിയൊരു ഫീൽ ആയിരുന്നു. നല്ല പത്തിരിയും നല്ല ബീഫ് റോസ്റ്റും ഒക്കെ ആയിട്ട് ജൂനിയർ സീനിയേഴ്സ് എന്ന ഭേദം ഇല്ലാതെ ഒരു 3-4 ബാച്ചിലെ ആൾക്കാർ ഒരുമിച്ച് കൂടി ഇനിയും ബീഫ് വരട്ടെ, ഇനിയും പത്തിരി വരട്ടെ. അഡ്രസ് ഇതിൽ കൊടുക്കണോ? അഡ്രസ് റൂം നമ്പർ 117 ഹോസ്റ്റൽ, ഗാന്ധിഗ്രാമം, കരൂർ, തമിഴ്നാട്. അവനും വേണം കുറച്ച് ബീഫ്. സീറോ കൊളസ്ട്രോൾ നമ്മൾ എടുക്കാൻ പാടില്ല. സീറോ കൊളസ്ട്രോൾ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പം എക്സ്ട്രാ ഷുഗർ കണ്ടന്റ് ഉണ്ട്. അതൊക്കെ ഒരു ടാക്ടിക്സ് ആണ്. ദിസ് ഇസ് അമനിക്ക ഫ്രം വാഴക്കാട്. കോളേജ് ടീമിൻ്റെ CB. ഒരു വൻ മതിൽ നിന്നാണ് അറിയപ്പെടുന്നത്. അമനിക്കാനെ താണ്ടി ഒരു പന്ത് പോകില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഇവിടുത്തെ ബാക്കി 10 പ്ലേയേഴ്സും കളിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ടുഡേസ് വ്ലോഗ് ഇസ് നോട്ട് സ്പോൺസേഡ് ബൈ. അതേപോലെ ആർക്കെങ്കിലുമൊക്കെ വരും വ്ലോഗുകളൊക്കെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട്. എന്താണ് നോമ്പെടുത്ത് ഇതൊക്കെ നോക്കുന്നത്? ചോദിച്ചതിന് മറുപടി പറയാം. കൊടുത്തിരുന്നുള്ളൂ. നല്ല മോനട്ടെ ഈ എവിടെ ആസിഫ്? ആഷിഖിനെ കാണിച്ചിട്ടില്ല. ഇന്നത്തെ വ്ളോഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ആഷിഖും നിർമ്മലും ശ്രീഹരിയൊക്കെ. ഓരോന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അതിന് ഭാഗ്യം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലുള്ള ഒന്നോട് പറ. അത് ശരിയാണ്. കാരണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിക്കറ്റ് പ്ലെയർ അല്ലേ? അല്ല, അതിന് ഡിമാൻഡ് ഇടാനുള്ള ഒരു സാധനം എൻ്റെ ഉണ്ട്. എൻ്റെ എന്താ ഉള്ളത്? എൻ്റെ മറ്റേ ചായക്കപ്പനല്ലേ ഉള്ളൂ. അതാ പറഞ്ഞത്. അതാണ് വ്യത്യാസം. അടുത്തിട്ടോ ജ്യൂസ് വയ്ക്കാനുള്ളതാണ്, ഷുഗർ കെയിൻ ജ്യൂസ്. ആഷിഖിനെ കിട്ടി. ഈ ലിഫ്റ്റ് വന്ന ലിഫ്റ്റിൽ ആഷിഖുണ്ടായി. ആഷിഖിനെ കൊണ്ട് പറഞ്ഞോണ്ടേ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. കപ്പിട്ടില്ലേ ചെങ്ങായി വന്നു. ആഷിഖ് വന്നു. ആഷിഖെ, എന്റെ ബ്ലോഗിൽ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇനി എന്താ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ഫുഡൊക്കെ അടിച്ചിട്ട് ആഷിഖിനെ കൊണ്ട് ഒന്ന് ഇരുത്തി എന്ന് പറഞ്ഞാൽ പറയുന്നത്. ആഷിഖ് ഇവിടുത്തെ ഏറ്റവും മികച്ച ബൗളർ. 1.5 കിലോ ബിരിയാണി എത്ര റുപ്യ ആഷിഖൻ? ഒരു കീറ് കാരൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ നോമ്പ് ഉറപ്പിക്കണം എന്നുള്ളതാണ് നമ്മളെ സാബുവിൻ്റെ സ്ട്രാറ്റജി. മാഷാ അല്ലാഹ്. കരിമ്പ് ജ്യൂസ് കളർ കുറച്ച് ഇതായിരുന്നെങ്കിലും. ഇതെൻ്റെ മറ്റൊരു ബ്രോ നിർമ്മൽ ജോഷി ഫ്രം ചെറുകുന്നം. സ്വന്തമായിട്ടൊരു കണ്ണട ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറേ കണ്ണടയൊക്കെ വാങ്ങി വെച്ചിട്ട് ഇവിടെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നിട്ട് കിടന്ന് ഉറങ്ങും. അയ്യൻ്റെ കഞ്ഞി എക്സ്പീരിയൻസ്. ഈ ലിഫ്റ്റ് വരുന്നവരെ എനിക്ക് ടൈം ഉണ്ട് പറഞ്ഞു. ഇടയ്ക്ക് വെച്ചാൽ എങ്ങനെ കഞ്ഞി എന്താ ഇന്ന് എത്തി നോക്കിയപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ നിന്ന് ഞാൻ വഴി തടസ്സമാവും. അത് ശരിയല്ലേ? പറയുന്നതിൽ ന്യായമല്ലേ? പറഞ്ഞ ന്യായം ഉണ്ടാവും. ഉണ്ടാവുന്നുണ്ടാവും. നോമ്പ് പറഞ്ഞ് നിസ്കരിച്ചു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോകാം. കാരണം ഇന്ന് ഇവിടെ എന്താണ്? കൊത്തു പൊറോട്ടയും പൊറോട്ടയൊക്കെയാണ്. പൊറോട്ട ഈസ് അൺഹെൽത്തി. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും
നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷവർമയും ഗ്രില്ലും. ലോകത്തിലെ ഏറ്റവും മികച്ച ഹെൽത്തി ഫുഡ് ഗ്രില്ലാണെന്ന് വാദിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് ആരാണ് കഴിക്കാൻ പോകണം. അത് സാബുമാണ്. രാവിലെ മുതൽ ഓരോരുത്തന്മാരെ പരിചയപ്പെടുത്തി തന്നില്ലേ, അവന്മാർക്കുള്ള സാധനങ്ങളാണുള്ളത്. ഞാൻ ഇവരുടെ കെയർ ടേക്കറാണ് ഇവിടെ. രാവിലെ ഓരോരുത്തന്നെ വിളിച്ച് എണീപ്പിക്കുക, രാത്രിയായ ഫ്രൂട്ട്സ് വാങ്ങി കൊടുക്കാം, ഇതൊക്കെയാണ് എൻ്റെ പണി. പക്ഷെ നിർത്തി. ഇതോടുകൂടി തറാവി കഴിഞ്ഞ് റൂമിലെത്തി. ഡേ ഇസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. രാവിലെ മുതൽ എക്സാമിന് പഠിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സ്റ്റഡി. എപ്പോഴും പഠിക്കണം എന്ന് വിചാരിക്കും, പക്ഷേ പഠിക്കില്ല. പഠിക്കാൻ വേണ്ടി ടേബിളിലുള്ള സാധനങ്ങൾ വരെ ഞാൻ ബെഡിൽ എടുത്ത് വെച്ചായിരുന്നു. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചിട്ട് പിന്നെ ബെഡിലുള്ള സാധനങ്ങളൊക്കെ ഒരു സൈഡിലോട്ട് നീക്കി വെച്ച് ബെഡിൽ ഞാൻ കിടന്നുറങ്ങി. ബിക്കോസ് ഐ ഹാഡ് ഓൺലി സ്ലെപ്റ്റ് ഫോർ 3.5 hours യെസ്റ്റർഡേ നൈറ്റ്. സോ രാവിലെ കുറച്ചും കൂടെ ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉറങ്ങി. ഒരു 3/4 മണിക്കൂർ നാപ്പ് എടുത്ത് പിന്നെ വീണ്ടും റൂംമേറ്റ്സ് കുറച്ചതിൽ വർത്താനം പറയുന്നത് കേട്ടു. ഓരോക്കെ ഓൾറെഡി റെഡിയായി നിന്ന ടൈമിലാണ് ഞാൻ എണീക്കുന്നത് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി എക്സാം എഴുതി വന്നു. പിന്നെ ഈവനിങ് നമ്മൾ ഈ പറഞ്ഞ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ചെറിയ പരിപാടികളുണ്ടായിരുന്നു. ഈവനിങ് ചില ദിവസങ്ങൾ ഫുട്ബോൾ ഉണ്ടാവും. ആക്ച്വലി ഡിമാൻഡിങ് ആണ്. എനർജി എന്നുള്ളതൊരു ഫാക്ടറാണ്. ചില ദിവസങ്ങൾ നല്ല ടയർഡാവും, അപ്പം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എനർജി എന്നുള്ളതിനേക്കാൾ ഐ തിങ്ക് ടു എ ലെവൽ വി ക്യാൻ അഡ്ജസ്റ്റ്. ചില ദിവസങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും, പക്ഷേ സ്റ്റിൽ വി ക്യാൻ അഡ്ജസ്റ്റ്. പക്ഷേ ടൈം എന്നുള്ളത് ഐ തിങ്ക് is limited, especially in Ramadan, as far as football is concerned. കോച്ച് ഇതൊന്നും കാണില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിതൊക്കെ പറയുന്നത്. ആൻഡ് ഐ ഓൾസോ ഹോപ്പ് ദാറ്റ് ദിസ് ഡസൻറ്റ് റീച്ച് മൈ പാരൻസ്. ബിക്കോസ് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത് ഒഴിച്ച് ബാക്കിയൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇതൊക്കെ 4K ക്വാളിറ്റിയിലെടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വ്ളോഗ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ, നമ്മളെ ചാനലിൻ്റെ ഹോൾമാർക്ക് ആൻഡ് ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഹനൂഫ് എം, മങ്കരത്തോടി ഹൗസ്, മഞ്ചേരി. പറ. ഇനി പണിക്ക് നിൽക്കണ്ട, നമുക്ക് പറ്റിയല്ല. എന്ത് നോമ്പെടുക്കലാണോ?